ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഫൈനാൻഷ്യൽ ആപ്പുകളും അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ ആപ്പുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് റിലേറ്റഡ് ടു ഫൈനാൻസ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫൈനാൻസ് ആണ് മെയിൻലി ഡീൽ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻസ് കണ്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി പറയാൻ പോവുകയാണെങ്കിൽ നമുക്ക് 3 ഫോണാണ് ഞാനിപ്പോൾ കറന്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ടാബിലും അതുപോലെ തന്നെ ബിസിനസ് ആപ്പുകളും സംഭവം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ടാബിലത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ 3 ഫോണിലത്തെ ആപ്പുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ 2 ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങും ഐഫോൺ എന്നും പറയുന്നത് നമ്മുടെ പ്രൈമറി ഡിവൈസുകളാണ്. അതായത് രണ്ടെണ്ണം നമ്മുടെ എന്താ പറയുക പേഴ്സണൽ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരെണ്ണം എൻ്റെ ബിസിനസ് എൻ്റർപ്രനറിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള നമ്പറാണ്, ഒരെണ്ണം നമ്മുടെ പേഴ്സണൽ നമ്പറാണ്. പിന്നെ വേറെ ഒരു OnePlusൻ്റെ ഒരു ഫോൺ ഉണ്ട്, അതിലാണ് നമ്മുടെ വർക്ക് ഫോണായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് വർക്ക് സിം, ഫോണൊക്കെ എൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ ആപ്പുകളാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലും മൾട്ടിപ്പിൾ ആപ്പുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സിം എന്ന് വെച്ചാൽ നമുക്ക് പറയുമ്പോൾ ഇതിൽ എല്ലാത്തിനും ഡ്യുവൽ സിം ആണല്ലോ. പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ആകെ എന്താ പറയുക ഫുൾ അലങ്കോല എന്ന് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിലത്തെ കാര്യം പറയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും Amexന്റെ ആപ്പ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് 2 Amexന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അത് ഞാൻ ആക്ച്വലി ഈ നമ്പറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആപ്പ് ഇതിൽ ഉപയോഗിക്കുന്നത്. Amexന്റെ ആപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫിനാൻസ്, നമ്മുടെ മെയിൻലി ഞാൻ ഷെയർ വാങ്ങിക്കാനാണ് മെയിൻലി ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് അറിയാം, ഏത് ആപ്പിൽ വാങ്ങിച്ചാലും നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ANQൻ്റെ ആപ്പ് നിങ്ങൾക്ക് കാണാം. ANQX കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രീപെയ്ഡ് കാർഡാണ്. നിങ്ങൾ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് തിരിച്ച് കിട്ടും. നല്ലൊരു കാർഡാണ്. ഞാൻ മുമ്പ് അതിനെ കുറിച്ച് വീഡിയോ കാർഡിൽ കിട്ടുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം, റെഫർ ലിങ്കാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ AU ബാങ്കിൻ്റെ 101 എന്ന് പറഞ്ഞാൽ, അതായത് എനിക്ക് അവരുടെ 0 ബാലൻസ് അക്കൗണ്ട്, അതിൻ്റെ ആപ്പാണ് കേട്ടോ. പിന്നെ ഒതൻറ്റിക്കേറ്റർ ഉണ്ടോ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 2 ഫാക്ടർ ഒതൻറ്റിക്കേറ്ററിൻ്റെ ആപ്പാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഉണ്ട്, ഗൂഗിളിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ ഓപ്പൺ ആക്സിസ് മൊബൈൽ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്പാണ്. അക്കൗണ്ട് ഹോൾഡർ ആയിരുന്നു ഞാൻ, പക്ഷേ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തു, കത്തിയായി. കാരണം ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ആക്സിസ് മൊബൈൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ബിറ്റ് ഡിഫൻഡർ ആൻറ്റിവൈറസ് ആണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബ്ലിങ്കിറ്റ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ BOB കാർഡ്, നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആപ്പാണത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ കാരാറ്റ് ലൈൻ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിജിറ്റൽ ഗോൾഡായിട്ട് ഞാൻ ഓൾറെഡി പറയാറുണ്ട്, ഗുല്ലക്ക് എന്ന ആപ്പാണ് ഞാൻ ഡിജിറ്റൽ ഗോൾഡ് ഉപയോഗിക്കാറ്. അപ്പോൾ ഗുല്ലക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഞാൻ ഓരോ കൊല്ലം അത് റിഡീം ചെയ്തിട്ട് ഫിസിക്കൽ ഗോൾഡാക്കി മാറ്റും. അപ്പോൾ അതിങ്ങനെ മാറ്റുമ്പോൾ ഞാൻ നോർമലി ആമസോൺ ത്രൂ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വേറെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാണാത്ത മെയിൻ ചാനൽ കാണാൻ മറക്കണ്ട. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം കാരാറ്റ് ലൈൻ ഞാൻ വാങ്ങിക്കാറ്. ഡിജിറ്റൽ ഗോൾഡ് നമ്മുടെ ഫിസിക്കൽ ഗോൾഡ് കോയിനോ ഗോൾഡ് ബാർ ആയിട്ടാണോ ഇത് കൂടെ വാങ്ങിക്കാറ് കേട്ടോ. അതിനാണ് ഞാൻ ആ ആപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രെഡ് ആണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനും UPI പേയ്മെൻറ്റ്സിനൊക്കെ ഞാൻ ക്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ eBillion, അത് നമ്മൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് eBillion എന്ന് പറയുന്നത്. പിന്നെ ഡിജിറ്റി ഗോൾഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഡെസിമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ആപ്പാണ് ഡെസിമൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു. നമ്മളിപ്പോൾ എല്ലാം UPI ആണ് ഉപയോഗിക്കുന്നത്. അത് UPI പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജ് വരുമല്ലോ. അത് കാണുമ്പോൾ ഇതിന് മനസ്സിലാവും നമ്മൾ കാശ് എവിടെയോ കളഞ്ഞിട്ടുണ്ടെന്ന്. അത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോൾ ഒരു 10 രൂപ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 രൂപ ആയിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ടിലേക്ക്. നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ കിട്ടണമെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്ലാഷ് ഉണ്ട്. ഫ്ലാഷ് ഒരു ഇമെയിലാണ്, നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഗാലക്സി എൻഹാൻസ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഗോ പൈസ എന്നൊരു ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ക്യാഷ് കവറൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ക്യാഷ് കവർ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്കവരൊക്കെ എന്ന് വെച്ചാൽ അവന്മാർ ട്രാക്കിംഗ് ഒക്കെ തനി വേസ്റ്റാണ്. അവന്മാർ കാശ് വെറുതെ തരുന്നില്ല. ഉടായ്പിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അത് ഞാൻ വേസ്റ്റാണ്. അതിൽ ഇപ്പോഴും എൻ്റെ കൊല്ലങ്ങളായിട്ട് പെൻഡിങ് ഇടുക. അതിലിട്ട് അവന്മാർക്ക് അത് മനസ്സിലായില്ല എന്നുണ്ട്. പെൻഡിങ് നോർമലി 60 ദിവസമൊക്കെയാണ് ഇവരുടെ ട്രാക്കിങ്ങും കൺഫേം ആവാനുള്ള സംഭവമൊക്കെ. അതിപ്പോൾ 10-2 കൊല്ലം എന്നിട്ട് ഇപ്പോൾ പെൻഡിങ്ങാണ്. ഉടായ്പിൻ്റെ ആശാന്മാരെന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ അങ്ങനെ സാധനം അത് ഞാൻ നിർത്തിയതാണ്. അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഗോ പൈസ. ഇവർ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഗൂഗിൾ പേ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഗ്രോന് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രോ ഞാൻ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ ഹെൽത്ത്, ഹേ മെലഡി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ HP പേ, അത് നമ്മുടെ ഗ്യാസിനുള്ളതാണ്, പറയേണ്ട ആവശ്യമില്ല. iMobile ICICI ക്രെഡിറ്റ് കാർഡിൻ്റെയാണ്. പിന്നെ ഇൻക്രെഡിറ്റ് ഹിസ്റ്ററി ഉപയോഗിക്കുന്നത്, ഇൻക്രെഡിറ്റ് ഞാൻ നോർമലി ഉപയോഗിക്കുന്നത് ഇൻക്രെഡിറ്റ് മണി എന്ന് പറയുന്നത് ഞാൻ നോർമലി നമ്മുടെ IPO, നമ്മുടെ ലിസ്റ്റിംഗ് ചെയ്യാത്ത IPOs ഉണ്ടല്ലോ, അത് ചിലതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇൻക്രെഡിറ്റ്. അത് നമുക്ക് അതിന് മാത്രമല്ല, നമുക്ക് ബാക്കി കുറേ ഫീച്ചർ അതിലുണ്ട്, FD ഇടാനും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവും ഡാറ്റ, അതിന് ഉപയോഗിക്കാം. പിന്നെ വരുന്നതാണ് ഇൻഡി, അത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട്, ഞാൻ 0 ബാലൻസ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആപ്പാണ്. IND മണി US സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിനാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കോട്ടക്കിൻ്റെ ബാങ്കിൻ്റെ, അത് ഞാൻ കോട്ടക്കിൻ്റെ 20 അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിൻ്റെ ആപ്പാണ്. ഐറിസ് യെസ് ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ അക്കൗണ്ടാണ്, ആപ്പാണ്. പിന്നെ JBL, അത് നമ്മുടെ ഈ JBLൻ്റെ നമ്മുടെ TWSൻ്റെ ഈ സാധനത്തിൻ്റെ JBL ആയതിൻ്റെ വീഡിയോ കാണാത്ത കണ്ടോ കേട്ടോ, അതിൻ്റെ ആപ്പാണ്. പിന്നെ ലുലു ഹാപ്പിനെസ്, അത് നമ്മുടെ അവിടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിന്റ്സ് കയറുന്ന പരിപാടിൻ്റെ ആപ്പാണ്. പിന്നെ മാരുതി, അത് കാറിൻ്റെ ആണ്. പിന്നെ മെക്കഫേ സെക്യൂരിറ്റി ആൻറ്റിവൈറസ് ആണ്. പിന്നെ മൈക്രോസോഫ്റ്റ് മിറായി, അത് നമ്മുടെ പാനസോണിക് AC-യാണ്. പിന്നെ ഇത് G-Shock മൂവ്, അത് നമ്മുടെ G-Shockൻ്റെയാണ്. പിന്നെ മഡ്രെക്സ്, അതാണ് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പാണ് മഡ്രെക്സ് കേട്ടോ, ഓൾറെഡി പറയാറുണ്ട്. നേവി നമ്മൾ UPI പേയ്മെൻറ്റ്സിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പരിവാഹന ഞങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നിയോ ഉപയോഗിക്കുന്നുണ്ട്, നിയോ അതും UPI പേയ്മെൻറ്റ്സിനും അത്യാവശ്യം. പിന്നെ നമ്മുടെ നിയോയുടെ എൻ്റെ അക്കൗണ്ട് 0 ബാലൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൻ്റെയാണ്. പിന്നെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ FonePe, അതും പറയേണ്ട ആവശ്യമില്ല. RBLൻ്റെ മൈ കാർഡിൻ്റെ ആപ്പ് RBL ക്രെഡിറ്റ് കാർഡിൻ്റെയാണ്. SBI കാർഡിൻ്റെ ആപ്പ് SBI ക്രെഡിറ്റ് കാർഡിൻ്റെയാണ്. സെക്യൂർ ഫോൾഡർ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. SBI മിറർ അക്കൗണ്ടിൻ്റെയാണ്. സ്പോട്ടിഫൈ, പിന്നെ സൂപ്പർ മണി UPI ആപ്പാണ്. പിന്നെ വെൽത്ത് മോണിറ്റർ ഉണ്ട്, അത് നമ്മുടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഐഡിയ, എന്നുവെച്ചാൽ ഇവരുടെ തന്നെ സോഫ്റ്റ്വെയർ ബേസ്ഡ് കുറച്ച് നല്ലതാണോ പൊട്ടയാണെന്നൊക്കെ പറയുന്ന സംഭവമാണ് വെൽത്ത് മോണിറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം, അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ZEP, അതും ആപ്പിൻ്റെ, നമ്മുടെ വാച്ചിൻ്റെയാണ്, Amazfit ആപ്പിൻ്റെയാണ്. പിന്നെ നോർമൽ ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ്. ഫൈനാൻഷ്യൽ ആപ്പ് ഇത്രയും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. ഇനി ഐഫോണിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കാണിക്കാനാണെങ്കിൽ നമുക്ക് റോഡിൻ്റെ മൈക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ ടാപ്പോ, അത് നമ്മുടെ എന്താ പറയുക ക്യാമറയാണ്. പിന്നെ മാപ്പ്, വേറെ സെപ്പറേറ്റ് സാധനങ്ങളൊന്നും ഇല്ല, നമുക്ക് നോർമലി ആപ്പിളിൻ്റെ എല്ലാ ആപ്പുകളാണ് അതൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ZEP, ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരിക്കും. Amexൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഇതിൽ കാണാം. എന്താ വെച്ചാൽ എൻ്റെ ചാർജ് കാർഡ് ഉണ്ട്, Amexൻ്റെ ചാർജ് കാർഡ്, അത് ഈ നമ്പറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ആപ്പ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ Google Pay, ഇതിൽ നമുക്ക് അക്കൗണ്ട് വേറെ ഉണ്ട്, ഈ നമ്പറിൽ നമുക്ക് അക്കൗണ്ട് വേറെ ഉണ്ട്, ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, വേറെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണത്. അപ്പോൾ Google Payൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം, FonePe കാണാം, OLX, മേക്ക് മൈ ട്രിപ്പ് കാണാം, ഫ്ലിപ്കാർട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഫാഷൻ ഐറ്റംസ് വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ, ഇലക്ട്രോണിക്സ് സാധനമൊന്നും വാങ്ങിക്കാൻ ഉപയോഗിക്കില്ല. പിന്നെ BSNL ആണ് ഇത് സിമ്മ്, അപ്പോൾ BSNLൻ്റെ സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ബ്ലിങ്കിറ്റ്, ഗോ പൈസ ഇതിലുണ്ട്. പിന്നെ O+ കണക്ട് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ടു iOS സെൻഡ് ചെയ്യാനാണ്. മെയിൻലി OnePlusൻ്റെ ഫോണാണെങ്കിൽ, ഒപ്പോൻ്റെ ഫോണാണെങ്കിൽ, റിയൽമിൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് ഇട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഹലോണിക് സ്മാർട്ട്, അത് നമ്മുടെ ഒരു സ്മാർട്ട് ബൾബിൻ്റെയാണ്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിപ്രോ, നമ്മുടെ ട്യൂബിൻ്റെയാണ്. പിന്നെ GPay, പിന്നെന്താ DJIൻ്റെ ക്യാമറേൻ്റെയാണ് അത്. പിന്നെ വാച്ച് ഫേസസ്, അത് ഞാൻ നമ്മുടെ ആപ്പിൾ വാച്ചിന് ഈ സാധനത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ആപ്പാണ് നമ്മുടെ വാച്ച് ഫേസ്, ഇഷ്ടംപോലുള്ള വാച്ച് ഫേസുകൾ. പിന്നെ BOB വേൾഡ് ഉണ്ട്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ ബാങ്ക് ഓഫ് ബറോഡ ആണ്, അപ്പോൾ അതിൻ്റെ ആപ്പാണ്. പിന്നെ ആമസോൺ വാച്ച്, ഇത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ആപ്പാണ്. പിന്നെ ആധാറിൻ്റെ ആപ്പാണ്. പിന്നെ പറയാനുള്ളത് വേറെ കാര്യമായിട്ട് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. VN എഡിറ്റർ ഉണ്ട്. പിന്നെന്താ OLX ഉണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഉഡായിപ്പിൻ്റെ ആൾക്കാർ ഫുൾ ഫ്രോഡുകളാണ് അവിടെ OLXിൽ. അത്രയേ ഉള്ളൂ ഇതിലുള്ളൂ. പിന്നെ ജിയോൻ്റെ ഒരു ജിയോ ഫിനാൻസിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു 0 ബാലൻസ്, അത് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അമ്മാരുടെ എപ്പോഴും തരുന്നില്ല, അത് വേറെ കാര്യം. അടുത്ത ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ OnePlusൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ആപ്പുകളുണ്ട്, പ്രത്യേകിച്ച് എന്താ പറയുക ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് ആപ്പുകളുണ്ട്. ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ
അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആപ്പ് ഡ്രോയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആപ്പ് ഡ്രോയറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ET മണി ഉണ്ട്, ഇക്കണോമിക്സ് ടൈംസിൻ്റെ ആപ്പാണ്. അപ്പോൾ നമ്മുടെ ന്യൂസും ഫൈനാൻസ് ന്യൂസ് അങ്ങനെ സംഭവം കാണാനുള്ള സംഭവമാണ്. ഇതിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ JBL നിങ്ങൾക്ക് കാസ്പർസ്കൈ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ആൻറ്റി വൈറസ് ആണ്. കാസ്പർസ്കൈൻ്റെ ഒറിജിനൽ വെർഷനാണ് കേട്ടോ, അല്ലാണ്ട് ട്രയലൊന്നും അല്ല. അതിൽ നമുക്ക് അത് ഓഫ് ചെയ്യേണ്ടി വരും. പിന്നെ നോക്കുകയാണെങ്കിൽ സ്പോട്ടിഫൈ ഉണ്ട്, പിന്നെ അതൊക്കെ ഇതിൻ്റെ ആപ്പാണ്. അപ്വർക്ക് ഉണ്ട്. അപ്വർക്ക് നിങ്ങൾക്ക് അറിയാം ഒരു പാർട്ട് ടൈം ജോലി നോക്കാനുള്ള ഒരു സംഭവമാണ്. അപ്വർക്ക് ഫീവർ എന്നൊക്കെ പറയുന്നത് ഒരു US ബേസ്ഡാണ്. നിങ്ങൾക്ക് ഡോളറിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ച് അല്ല ഉഡായിപ്പ് പാർട്ട് ടൈം ആപ്പുകളൊന്നുമല്ല, ഇത് ഒറിജിനൽ സാധനമാണ്. അപ്വർക്ക് ഇതിൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറച്ച് പാടുണ്ട്. അത് പറയാം നിങ്ങളുടെ ടാലൻറ്റ് സംഭവമൊക്കെ വെച്ചൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ആഡ് ഇടുന്ന പോലെ സംഭവമാണ്. OLX ആഡ് ഇടില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് അപ്വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും എലിജിബിൾ ആണ്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് നോക്കിയിട്ട് കമ്പനികളോ പ്രത്യേകിച്ച് US കമ്പനികളൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് തരും. അങ്ങനെയാണ് നിങ്ങൾക്ക് കാശ് കിട്ടുക കേട്ടോ. അങ്ങനത്തെ ഒരു ആപ്പാണത്. പിന്നെ മണി മാനേജർ ഉണ്ട്, നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്. പേപ്പാൽ ഉണ്ട്. പേപ്പാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഫൈനാൻസ് ആപ്പാണ്. OLX ഇതിലുണ്ട്. പിന്നെ ഗൂഗിൾ ലെൻസ്. സ്റ്റേബിൾ മണി ഉണ്ട്. സ്റ്റേബിൾ മണി നിങ്ങൾക്ക് അറിയാം FD ഇടാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. മൾട്ടിപ്പിൾ ബാങ്കിൽ നിങ്ങൾക്ക് FD ഇടാം കമ്പയർ ചെയ്തിട്ട്. വാലറ്റ് ഉണ്ട്. ഗൂഗിളിൻ്റെ വാലറ്റ് തന്നെയാണത്. പക്ഷേ അതിനോട് നല്ല ഞാൻ സാംസങ് വാലറ്റ് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ. അതാണ് ബെസ്റ്റ്. ഗൂഗിളിൻ്റെ വലിയ കാര്യമൊന്നുമില്ല. അത്ര തന്നെ ഉള്ളതൊന്നുമുണ്ട്. ET മണി, പേപ്പാൽ, അപ്വർക്ക്, ഗൂഗിളിൻ്റെ ടാസ്ക് നമ്മുടെ ബിസിനസ്സുകാരുമായിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇമെയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാഗ് ചെയ്തിട്ട് അയക്കാനുള്ള പരിപാടിയാണ്. അത് നല്ല പരിപാടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ആപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഫൈനാൻസ് ആപ്പുകളുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് പറഞ്ഞത്. അപ്പോൾ 3 ഫോണിലായിട്ട് ഞാൻ ഇത്രയും ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ആപ്പ് നമ്മുടെ UPI പേയ്മെൻറ്റ്സിന് ഏതാണ് ആപ്പ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫുൾ വീഡിയോ എടുത്താൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ നമ്മുടെ ചാനൽ അതായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം. ബൈ.